വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മാധ്യമങ്ങളൊക്കെ വാർത്ത വന്നത്. റഹീമിൻ്റെ ഒരു മോചനം, അതിൻ്റെ ഉത്തരവ് ഇന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് കോടതിയിലെ സിറ്റിങ്ങിന് വന്നപ്പോൾ അവിടെ റഹീമിൻ്റെ അഭിഭാഷകനുണ്ടായിരുന്നു, എംബസിയുടെ യൂസഫ് കാക്കഞ്ചേരി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഇവരുടെ പവർ ഓഫ് അറ്റോർണിയുള്ള സിദ്ദിഖ് തൂരുണ്ടായിരുന്നു. വെറും 8 മിനിറ്റ് മാത്രമാണ് കോടതിയുടെ വാദം കേട്ടിട്ടുള്ളത്. എന്നിട്ടത് 14 ദിവസത്തേക്ക് അപ്പുറത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ്. ആ ഉമ്മ നാട്ടിലേക്ക് കഴിഞ്ഞ ദിവസമാണ് പോയത്. റഹീമിൻ്റെ ഒരു മോചനവും കാത്തിട്ട് ഇന്നത്തെ നവംബർ 17-ന് റഹീമിൻ്റെ മോചനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആ ഉമ്മ മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മൾ രാവിലത്തെ വീഡിയോയിലടക്കം പറഞ്ഞതാണ് അന്ന് റഹീമിൻ്റെ മോചനം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും എന്നുള്ളത്. എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണ്. ആ ഉമ്മ എത്ര വർഷങ്ങളായി കഴിഞ്ഞ 18.5 വർഷങ്ങളായിട്ട് കാത്തിരിക്കുക. ഒടുവിൽ വളരെ ബുദ്ധിമുട്ടി സഹിച്ച ആളുകളുടെ എന്താ പറയുക, രൂക്ഷമായ സൈബർ ആക്രമണങ്ങളും സഹിച്ചിട്ട് അവിടെ റിയാദിൽ പോയിട്ട് ആ മകനെ കണ്ടെങ്കിലും ഇന്ന് ആ ഒരു മകൻ മോചിതനാകും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നും കോടതി ഒരു ഫുൾ ബെഞ്ച് അത് അംഗീകരിച്ചില്ല. ആ കേസ് മാറ്റിവെച്ച് 14 ദിവസത്തേക്ക് അപ്പുറത്തേക്ക് മാറ്റി. വെറും 8 മിനിറ്റ് മാത്രമാണ് ഇവരുടെ വാദങ്ങൾ കേൾക്കാൻ പോലും കോടതി തയ്യാറായത്. ഒരു പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ ശക്തി, ഒരു നിയമപരമായ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. അതിനു മുൻപും പലതവണ ഇവൻ്റെ കേസ് ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 21-ന് ഇതുപോലെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് നവംബർ 17-ന് മാറ്റി വെച്ചത്. നവംബർ 17-ന് കേസ് പരിഗണിച്ച് നോക്കുമ്പോൾ അത് വീണ്ടും മാറ്റി വെച്ചിട്ട് അത് അടുത്ത 14 ദിവസത്തേക്കായി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു 14 ദിവസത്തിനകം ആ മോചനം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ്. ഒരു പക്ഷേ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതി അവിടുന്ന് മോചിതനായൊരു രീതിയിലുള്ള അത് 2 കേസായിട്ട് മാറ്റാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ്. രണ്ടും ഒരു കേസാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ കൂടെയുള്ള ഒരാൾ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചിട്ട് മറ്റൊരു രീതിയിൽ നാട്ടിലേക്ക് വന്നു, പിന്നീട് അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, വരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കേസായതുകൊണ്ടാണോ റഹീമിൻ്റെ മോചനം നീളുന്നത്? ഇതിൽ മനസ്സിലാക്കുന്നൊരു കാര്യം, ശരീഅത്ത് നിയമപ്രകാരം മോചനദ്രവ്യം, അതായത് ദിയാപ്പണമൊക്കെ കൊടുത്തിട്ട് അവൻ്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിനപ്പുറമൊന്നും നീങ്ങാൻ കോടതിക്ക് പറ്റില്ല. അതുപ്രകാരം ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ 20 വർഷമാണ്. ഹിജറ കലണ്ടർ പ്രകാരം അങ്ങനെ ഒരു 20 വർഷം പൂർത്തിയാവാൻ ഇനി കുറച്ച് മാസങ്ങളെ ബാക്കിയുള്ളൂ. പിന്നെ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, ഒരു പക്ഷേ സ്വാഭാവികമായ ആ ഒരു 20 വർഷത്തെ കാലയളവ് കഴിഞ്ഞാൽ ഒരു പക്ഷേ റഹീം മോചിതനായേക്കാം, അല്ലെങ്കിൽ അടുത്ത സിറ്റിങ്ങിൽ അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. എന്തായാലും ആ ഉമ്മ മരിക്കുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട മകനെ സ്വന്തം വീട്ടിലെത്തിയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാണുന്നൊരു കാഴ്ചയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് എത്ര നാളിനി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിലെനിക്ക് ഏറ്റവും സങ്കടപ്പെടുത്തിയത് റഹീമിൻ്റെ മോചനം ഇത്തവണ ഉണ്ടായില്ല എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ വാർത്തക്ക് താഴെ ഇമോജികൾ, സ്മൈൽ ഇമോജി ഇട്ടിട്ട് ആഘോഷിക്കുന്ന കുറേ ആളുകളെ കണ്ടു. അങ്ങനെ ഒരാളെ കൊന്നു കളഞ്ഞ റഹീമിനൊരു മോചനം വേണ്ട. എന്ത് തെറ്റാണ് റഹീം ഈ ആളുകളോട് ചെയ്തത്? അതിലേറ്റവും സങ്കടപ്പെടുത്തുന്നത് ആ റഹീമിൻ്റെ എന്താ പറയുക, സ്നേഹിക്കുന്ന നമ്മുടെ മലയാളികളായ ആളുകൾ തന്നെയാണ് അത്തരത്തിലൊരു കമൻ്റ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. റഹീമിന് അങ്ങനെ തന്നെ വേണം. ആ രീതിയിൽ ഞാൻ ഒരുപാട് ചാനലുകൾ വാർത്തയിൽ അത്തരത്തിലുള്ള ഇമോജികളും റഹീമിൻ്റെ മോചനം സാധ്യമാവാത്തതിനെ സന്തോഷിക്കുന്ന കുറേ ആളുകളുടെ കമൻറ്റുകൾ കണ്ടു. ഒരു മനുഷ്യൻ 18.5 വർഷം ജയിലിൽ കിടന്നിട്ട് മോചനം കാത്ത് കിടക്കുന്നൊരു സാഹചര്യം. ഒരുപക്ഷെ അങ്ങനെ സൈബർ ആക്രമണം വരാൻ കാരണമായിട്ട് അതിൽ പലരും എഴുതി കണ്ട്, നീ സ്വന്തം ഉമ്മ നിന്നെ കാണാൻ വന്നപ്പോൾ കാണാൻ സമ്മതിക്കാതിരുന്ന ഒരാളല്ലേ, നിനക്ക് അങ്ങനെ വേണം, നീ ചെയ്ത് ശരിയല്ല. ഇതേ മകൻ തന്നെയാണ് മറ്റൊരു മാർഗവുമില്ലാത്ത രീതിയിലാണ് അന്ന് ഉമ്മയെ കാണാൻ തയ്യാറാവാതിരുന്നത്. അല്ലാതെ ഉമ്മയോട് എന്തെങ്കിലും വിരോധം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ല. ആ നിയമസഹായ സമിതിയോട് പറയാതെ വന്നതുകൊണ്ട് അയാൾ നിസ്സഹായനാണ്. പിന്നീട് ഇതേ മകൻ തന്നെ ഉമ്മയെ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രയും വാർത്തക്ക് താഴെ വന്നിട്ട് ആഘോഷിക്കുന്നൊരു മനസ്ഥിതിയുള്ള ആളുകൾ ഉണ്ടാവുക എന്ന് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. എന്താ പറയുക, ഒരു 10-12 വർഷം മുൻപ് ജോലി തേടി ഗൾഫിലെത്തിയ റഹീം എന്ന പേരുള്ള ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടൊരു മൂത്ത മകൻ അവിടെ നിന്ന് അധികം താമസിയാതെ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു മകനെ നോക്കാനാണ് കൊണ്ടുപോയത്. ആ മകൻ അദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പിഴ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നു. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഇവരൊരു ഡ്രാമ കളിക്കുന്നു. ആ ഡ്രാമയ്ക്ക് വേണ്ടി കുടുംബക്കാരനായ അവിടുത്തെ ഒരാൾ വരുന്നു. അവരൊക്കെ കൂടി കളിച്ചു. അവസാനം അത് പോലീസ് പിടിച്ചു. ആ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പിന്നീട് രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് ആ കേസ് 2 ആക്കുന്നതിനെക്കുറിച്ച് അത്ര ചിന്തിച്ചിരുന്നില്ല. അത് 2 മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് റഹീമിന് മോചിതനാകാമായിരുന്നു. ഏതായാലും ഇത് പടച്ചോൻ്റെ ഒരു വിധി, അവൻ്റെ റഹീമിൻ്റെ ഒരു നിർഭാഗ്യം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിലപ്പുറം നമ്മൾ എന്ത് വാക്കാ പ്രയോഗിക്കുക? ഈ ഒരു നിമിഷത്തിൽ ആ കുടുംബത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു വാർത്തക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളോട് സഹതാപമല്ലാതെ മറ്റൊന്നും പറയാനില്ല.
ഇന്നിപ്പോൾ ആ ഉമ്മ ഒരു പക്ഷേ രാവിലെ ഇന്നൊരു ഉച്ചക്ക് മുൻപാണ് ഇങ്ങനെ കോടതിയിൽ ഒരു വിധി വന്നത്, 14 ദിവസം അപ്പുറത്തേക്ക് അത് മാറ്റി വെച്ചു എന്നുള്ളത്. ആ ഉമ്മ ഇങ്ങനെ കാത്തിരുന്നിട്ട് പഠിച്ചോനെ നിൻ്റെ മോന് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു കാഴ്ച ഞാനും അങ്ങനെ ആഗ്രഹിച്ചു. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കരുതിയത് ഇന്ന് എന്തായാലും റഹീമിൻ്റെ മോചനം ഉണ്ടാവും, ഒരു 98% ഉണ്ടാവും തന്നെ ഇരുന്ന്. 2% ഇപ്പോൾ നമ്മുടെ കയ്യിലല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, എല്ലാവരും ഒരുപാട് പേരയിൽ ദുആ ചെയ്തിരുന്നു. ഞങ്ങൾ മക്കത്തു നിന്നാണ് ദുആ ചെയ്യണം, മദീനത്തു നിന്നാണ് ദുആ ചെയ്യുന്നത്, അതുണ്ടാവും എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. മാഷാ അല്ലാഹ്, അത് എന്തായാലും ഈ വൈകുന്നേരം ഒരു ഖൈറുണ്ടായിരിക്കും. ആ ഒരു മകൻ അനുഭവിക്കാത്ത ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ജയിലിൽ 10-18 കൊല്ലം കിടക്കാമെന്ന് പറഞ്ഞാൽ അത് സിനിമയല്ല, ശരിക്കും ലൈഫാണ്. ആ ലൈഫ് അനുഭവിച്ച ഒരാളാണ് റഹീം. ഇൻഷാ അല്ലാഹ് ഒരു ഖൈറുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുക. ആ ഉമ്മയും അതേപോലെ തന്നെ ക്ഷമയോടുകൂടി മകൻ്റെ ഒരു മോചനത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇതിലപ്പുറം നിസ്സഹായരാണ് നമ്മളൊക്കെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റൊക്കെ പ്രാർത്ഥിക്കുക. വേഗത്തിൽ കോടതിയുടെ മുൻപിൽ എന്ത് നിയമ പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ്റെ ഒരു മോചനം സാധ്യമാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പണം കൊടുത്തിട്ട് വധശിക്ഷയൊക്കെ റദ്ദാക്കിയ ആളുകൾ തന്നെ 1.5 വർഷം കഴിഞ്ഞിട്ട് മോചനം ഉണ്ടായ കേസും സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോചിതനാക്കാതിരിക്കില്ല. പക്ഷേ ആ ഉമ്മ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് മകനെ കിട്ടുക എന്നുള്ളതാണ് നമ്മളൊക്കെ അതിന് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് നാടകീയതകൾ ഈ ഒരു സംഭവത്തിലുണ്ടാകും. മകനെ ഇപ്പോൾ കണ്ടില്ലാവും, ആ ഒരു മകനെ കാണാനും ഉമ്മ പോയിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്തൊക്കെ ആളുകൾ അതിനെ കുറ്റം പറഞ്ഞാൽ ഉമ്മാനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന സന്ദർഭം വരെ ഉണ്ടായി. അപ്പോൾ ആ ഉമ്മ മകനെ ഇത്തവണയും കൂടി കാണാൻ പോയിരുന്നില്ലെങ്കിൽ അതൊരു വലിയ ഖേദമായിട്ട് മാറിയേനെ. ഏതായാലും ആരൊക്കെയാണ് ഉമ്മയെ കൊണ്ടുപോയതെങ്കിലും ആ ഉമ്മ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് രണ്ടാമതെങ്കിലും റഹീമിനെ കാണാൻ കഴിഞ്ഞത്. എനിക്കിപ്പോൾ തോന്നുകയാണ് അത് പോയത് നന്നായി. അത് പോയില്ലെങ്കിൽ ആ ഉമ്മാൻ്റെ ഉള്ളിൽ വിഷമം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തിരിക്കും. കാരണം ഉമ്മമാരുടെ മനസ്സങ്ങനെയാണ്. അതേതായാലും ആ ഉമ്മ കണ്ടത് നന്നായി എന്നുള്ളതാണ്. ഏതായാലും ഇതിൻ്റെ നിയമപരമായിട്ട് പലരും പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങളെന്തിനാണ് ഇതിൽ ഇടപെടുന്നത്, റഹീമിൻ്റെ ബാക്കിയുള്ള കാശ് റഹീം തീരുമാനിച്ചോളും. നമ്മളാരും ഇപ്പോൾ ഇതിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. ആളുകളെ ഒരു തെറ്റായ രീതിയിലൊക്കെ ഒരു കമൻ്റ് ഇട്ടിരുന്നു. നമ്മൾ സജഷൻ പറഞ്ഞതാണ്, അതിൽ കാശ് പാവങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത്. പാവങ്ങൾക്ക് കൊടുക്കും തന്നെയാണ് റഹീമും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ബാക്കിയുള്ള 11 കോടി രൂപയും എനിക്ക് വേണമെന്ന് റഹീം അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അവനക്ക് അതിൻ്റെ വേദന അറിയാം. ജയിലിൽ കിടക്കുന്ന ആൾ തന്നെ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ട് റഹീമിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഏതായാലും അടുത്ത സിറ്റിങ്ങിലെങ്കിലും റഹീമിൻ്റെ മോചനം സാധ്യമാവുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണുന്ന ആളുകളൊക്കെ ഇന്ന് റഹീമിൻ്റെ മോചനം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉറപ്പിച്ചിരുന്ന ആളുകളുണ്ടോ? ഞാനേതായാലും അങ്ങനെ ഉറപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഭയങ്കര ഒരു ഷോക്കായി. ഏതായാലും ഈ റഹീമിൻ്റെ ഉംറയും കഴിഞ്ഞ് 2 ദിവസം മുൻപാണ് തോന്നുന്നത് നാട്ടിലെത്തിയത്. നമ്മൾ രാവിലത്തെ വീഡിയോയിൽ അവർ വന്നത് അറിയാതെ അവരവിടെ തന്നെ റിയാദിൽ തന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അറിയുന്നു അവർ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം റഹീമിൻ്റെ മോചനം സാധ്യമാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യുക, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. വൈകുന്നുണ്ടെങ്കിൽ ഒരു ഖൈറുണ്ടാവുന്ന ക്ഷമയോടുകൂടി നമ്മൾ ഉൾക്കൊള്ളുക. ഒരു വിശ്വാസി ആ രീതിയിൽ തന്നെ ആയിരിക്കും ഉൾക്കൊള്ളുക. ഇതൊരു സൈബർ സന്തോഷമായിട്ട് കാണുന്ന ചില കൃമികീടങ്ങളുണ്ട്, അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് കരുതുന്ന ആളുകൾ, അവരോട് നമുക്ക് സഹതപിക്കാൻ മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ ഞാനിന്ന് രാവിലെ വന്നിട്ടുള്ളല്ലോ, ഞാനും അവനും പോയി അവനെ കണ്ടത് പോലും പറയും, പക്ഷേ വരണ്ടി ചെയ്യുന്നല്ലോ എന്നാണ്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടാണ് അവനും ഒക്കെ കണക്കാക്കി കുത്തിരിക്കാനാണ്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ എത്തി വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ മുന്നിലൂടെ എത്താം. അപ്പോൾ അവൻ്റെ കൂടെ വരാൻ ആരും കഴിയൂലല്ലോ. ഓനെത്തുമ്പോൾ എനിക്ക് എത്താൻ വെച്ചിട്ട് വന്ന് കയറിയത്. അപ്പം കേട്ടപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ അവിടെ കേൾക്കുന്നു. എന്നൊക്കെ ആരോടാ ഞാനൊക്കെ പറയും. കണ്ടോ? ഓ കണ്ട്. എത്ര നേരം സംസാരിച്ചു? കുറേ നേരം സംസാരിച്ചു. അരമണിക്കൂറൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ഓനുണ്ടേനി, ഓനും ഞാനും ഞാങ്ങളി നമ്മൾ പോയി കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. വണ്ടി ജയിലിൻ്റെ വെച്ച് വയ്യാത്തോടത്ത് എന്തിനേ ഒന്നും വെച്ച് തിരക്കി ആക്കണ്ടായിട്ടല്ല മക്കളെ. ഇതിങ്ങനെ പോലെ നീട്ടി കൊണ്ടുപോകല്ലേ. ഒരു കുട്ടിയുടെ നോട്ടം കണ്ടിട്ടെങ്കിൽ പോറ്റ ചോദിച്ചിട്ട് കഷ്ടപ്പെട്ട് പോയി അവിടെ കണ്ടല്ലോ വിചാരിക്കും. സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടോ? ഗൾഫിൽ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടോ? ആളൊക്കെ സഹായിക്കാനുള്ളവരുണ്ടാകാൻ തന്നെയല്ല. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടുമില്ല. കൂടിയൊക്കെ പാട് നിന്നായി കണ്ടിട്ട് ഇന്നലെ രാത്രി പോകുന്നു. രാവിലെ അവിടെ എത്തി. അപ്പം എത്തിയപ്പോൾ തന്നെ ഓൻ്റെ വിവരം കേൾക്കാൻ കാത്തിക്കാണ്. കയറും പെത്തും എന്നുള്ള അതിൽ കേട്ടതിപ്പോൾ ഇങ്ങനെ 2 ആഴ്ച നീളുന്നതാണ്. അതെന്താണ് എനിക്ക് അങ്ങനെ നീളാനുള്ള കാരണം എന്നൊക്കെ നോക്കുന്നത് വെച്ചിട്ട് കുട്ടി ഒന്നും ഇങ്ങോട്ട് എത്തിക്കുന്നു. അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടെങ്കിൽ ഒരു കുട്ടിനെ എത്തിക്കുന്നു. അതിനുള്ള പരിഹാരങ്ങളൊന്നും ഉണ്ടാക്കിയാൽ തെരിയങ്ങൾ അതുകൊണ്ടിട്ടാണ് അവർ ചോദിച്ച കോടിക്കണക്കിന് ഉറുപ്പുണ്ടായി കിട്ടി. അപ്പോൾ അത് അവർക്ക് സഹായിച്ചു കൊടുത്തിട്ട് അവർക്ക് എൻ്റെ കുട്ടീനെ വിട്ടുന്നുള്ളൂ. അച്ഛൻ കുട്ടി അവൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? മകൻ്റെ ആരോഗ്യം തിരക്കൊന്നുമില്ല, ശരീരമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല വായിച്ചിട്ട്. പിന്നെ ഉല്ലാസുകളൊന്നും ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ സന്തോഷം പറിച്ചിരുന്നില്ല. സന്തോഷം കണ്ട് കരച്ചിലും കൂടി നൂറ്റിയാക്കി നിന്നിട്ട് പിന്നെ ഒരു 1 കണ്ട് ഞങ്ങൾ പോയിക്കോളി അടുത്ത ആഴ്ച ഒരു പേരല്ലേ. പിന്നെ
15 ഇവിടെ എത്തില്ല. പിന്നെ നമുക്ക് സൗകര്യത്തിലൂടെ ജീവിക്കാൻ വർത്താനം പറയാനൊക്കെ വിചാരിച്ചു. ഇന്നത്തെ കേട്ട വാർത്ത ഇപ്പം അങ്ങനെ അല്ലേ. അതിനിപ്പോൾ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഏകദേശം ഇനി അന്നേരം വെറുതെ മാതിരി തന്നെ അല്ലേ. ഇപ്പം ഇത്ര 7 മാസമായില്ലേ. ഓരോരോ ആഴ്ച മാസവും എന്തായാലും വരും എന്നാലും ഇങ്ങനെ നിന്നിട്ട് ഈ കഴിഞ്ഞത്രേ 15-ാം തീയതി 23-ാം തീയതി എന്തായാലും വരുമ്പോൾ ഞാൻ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ആരെങ്കിലും ഇപ്പറെങ്കിലും പോയിട്ട് കൊണ്ട് മുന്നോട്ട് കാണുകയും ചെയ്യണം. ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുകയാണ്, അവിടെ നിങ്ങൾ നിൽക്കേണ്ടതാ 15-ാം തീയതി അവിടെ എത്തില്ല വരെയും മതിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഉമ്മ സംസാരിച്ചിരുന്നത്. പാവം എന്ന് വരുന്നൊരാഗ്രഹത്തിലായിരുന്നു. ഇത്രയും കാശ് കൊടുത്തിട്ടും കോടികൾ കൊടുത്തിട്ടും മോനെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖത്തിലാണ് ഉമ്മ. ഒന്നും ആ ഉമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും എല്ലാവരും ദ്വാലുണ്ടാവുക. അടുത്ത തവണയെങ്കിലും അവൻ്റെ മോചനം സാധ്യമാവട്ടെ.